കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓണത്തിന് വിവിധ തരം പ്രത്യേകതകളാണ്. അവയിൽ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞുവല്ലോ. കേരളക്കരയിലെ ഓണം തൃക്കാക്കരയിൽ തുടങ്ങുന്നു. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിൽ നമ്മൾ പോയി വന്നു. ഇനി നമുക്ക് തൃശ്ശൂരിലെ പുലികളി നോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ തനതായ ആഘോഷമാണ് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പുലികളി എന്ന നാടൻ കലാരൂപം. തലമുറകളായി തുടർന്നു പോരുന്ന പുലികളിക്ക് പൂരത്തിനൊപ്പം തന്നെ പ്രാധാന്യമുണ്ട്. മേലാകെ പുലിയുടെ വരകൾ വരച്ചുവെച്ച് പുലിവേഷം കെട്ടി പരിശീലനം സിദ്ധിച്ച ആളുകൾ കുടവയറും കുലുക്കി ഉടുക്കിന്റെയും തകിലിന്റെയും താളത്തിനൊത്ത് നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങുന്നു. കറുപ്പും മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള പുലികൾ 4-ാം ഓണത്തിന് തൃശൂർ നഗരത്തെ കീഴടക്കുന്നു. ഗണപതിക്ക് മുന്നിൽ നാളികേരമുടച്ചാണ് കളി തുടങ്ങുന്നത്. മെയ് വഴക്കവും കായികശേഷിയും പുലികളിക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട നിർബന്ധ സവിശേഷതയാണ്. ഇരയായ ആടിനെ വേട്ടയാടുന്ന പുലിയും പുലിയെ വേട്ടയാടുന്ന വേട്ടക്കാരനുമാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നു ചേരുന്ന പുലികളെ കാണാനും വേട്ടക്കാരന്റെ തോക്കിൻ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പുലികൾ കാണിക്കുന്ന തന്ത്രങ്ങൾ ആസ്വദിക്കാനും നിരവധി ആളുകൾ 4-ാം ഓണമായ വിശാഖം നാളിൽ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നു. നഗരത്തിലെല്ലാം പുലികൾ നിറയുന്ന ദിവസം. പുലികളിക്ക് ശേഷം നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സ്ഥലമായ ആറന്മുളയിലെത്താം. ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഓരോ നാടും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തിനും ചരിത്രത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തിയതാണ്. അതിലൊന്നാണ് ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും. ഉത്രട്ടാതി നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. പള്ളിയോടങ്ങൾ മനോഹരമായി അലങ്കരിച്ച് അവയുടെ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തുന്നു. തുടർന്നാണ് മത്സര വള്ളംകളി നടക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് വള്ളസദ്യ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. ഏറ്റവും അധികം വിഭവങ്ങൾ ഒരു സദ്യയിൽ ഒരേ സമയം വിളമ്പുന്നത് ഇവിടെ മാത്രമാണ്. പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാരെ സ്വീകരിച്ച ശേഷം അവർക്കായി നടത്തപ്പെടുന്ന ഈ വഴിപാട് സദ്യയിൽ പാട്ടുപാടി ആവശ്യപ്പെടുന്ന ഏതു വിഭവവും നൽകണമെന്നതാണ് ചിട്ടം. തുഴച്ചിൽക്കാർ സംതൃപ്തരായി ഊണ് കഴിഞ്ഞ് മടങ്ങിയാൽ ഭഗവാനും തൃപ്തിയാകുമെന്നാണ് വിശ്വാസം. ഓണക്കാലത്ത് തിരുവനന്തപുരത്തിന്റെ മാത്രം തനതായ പ്രത്യേകതയാണ് ഓണവില്ല്. ശ്രീപത്മനാഭ സ്വാമിക്ക് തിരുവോണനാളിൽ പുലർച്ചെ സമർപ്പിക്കുന്ന പള്ളിവില്ലാണ് ഓണവില്ല് എന്നറിയപ്പെടുന്നത്. ഓണത്തോടനുബന്ധിച്ച ഈ ചടങ്ങിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. പഞ്ചവർണ്ണങ്ങളിൽ മഹാവിഷ്ണുവിന്റെ സൗമ്യഭാവമുള്ള അവതാര കഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് വഞ്ചിയുടെ മാതൃകയിലാണ് ഉണ്ടാക്കപ്പെടുന്നത്. കടമ്പ്, മഹാഗണി തുടങ്ങിയ ദേവഗണത്തിൽപ്പെട്ട മരങ്ങളാണ് ഓണവില്ല് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. 41 ദിവസത്തെ വ്രതനിഷ്ഠയോടെ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്ന ഓണവില്ല് വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞതൊക്കെ പ്രാദേശികമായ ചില ഓണസവിശേഷതകളെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നവ ഇതൊക്കെയാണെങ്കിലും ഓണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രത്യേകതകൾ കേരളത്തിൽ ഇനിയുമുണ്ട്. ഓണത്തല്ല്, ഓണപ്പൊട്ടൻ തുടങ്ങിയവ ഒക്കെയും ഓണത്തോടൊപ്പം മനസ്സിലേക്ക് വരുന്നവയാണ്. കേരളത്തിന്റെ ഏതു ഭാഗത്തും ഓണക്കാലത്ത് പ്രായഭേദമില്ലാതെ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്ന നിരവധി കലാരൂപങ്ങൾ വേറെയുമുണ്ട്. സ്ത്രീകളുടെ ഓണവിനോദങ്ങളിൽ പ്രധാന സ്ഥാനം തിരുവാതിരകളി അഥവാ കൈകൊട്ടിക്കളിക്ക് തന്നെയാണ്. ദേശഭേദമില്ലാതെ എല്ലായിടത്തും കണ്ടുവരുന്ന തിരുവാതിരയിൽ ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടുന്നതിനൊപ്പം വട്ടത്തിൽ ചുവടുകൾ വെച്ച് കളിക്കുകയും ചെയ്യുന്നു. സ്വാദിഷ്ടമായ ഓണസദ്യയ്ക്ക് ശേഷം 4 കൂട്ടി മുറുക്കി അടുത്തുള്ള വീടുകളിലെ സ്ത്രീകൾ ഒരുമിച്ചുകൂടി കളിച്ചിരുന്ന സംഗീതലാസ്യ പ്രധാനമായ തിരുവാതിര ഇന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓണക്കാലത്തോടനുബന്ധിച്ച് പലതരം വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് കൂടാതെ പ്രാദേശികമായ വള്ളംകളി മത്സരങ്ങൾ എല്ലാവർക്കും വാശിയും ആവേശവും പകർന്നിരുന്നു. ഊഞ്ഞാലാട്ടം, തുമ്പിതുള്ളൽ, പകിടകളി, കിളിത്തട്ട്, നാടൻ പന്തുകളി, ചീട്ടുകളി എന്നിങ്ങനെ സാധാരണമായിരുന്ന ഓണക്കളികളിൽ ചിലതൊക്കെ മറഞ്ഞു പോയെങ്കിലും പേരുകളെങ്കിലും ഇന്നത്തെ പുതിയ തലമുറയും കേട്ടിട്ടുണ്ടാവണം. ഓണം എന്നത് കൂട്ടായ്മയുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ
എല്ലാവരും ഒരുമിച്ചുള്ള വിനോദങ്ങളും കളികളും പ്രവർത്തികളുമാണ് ഓണക്കാലത്തിന്റെ സവിശേഷത. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എന്തിലും ഈ ഐക്യം കാണാവുന്നതാണ്. ഓണസദ്യ, ഓണാഘോഷങ്ങൾ, കളികൾ, മേളങ്ങൾ എല്ലാം തന്നെ ഒരു കൂട്ടം ആളുകൾ ഒരുമിക്കുന്നതാണ്. മറ്റൊരാഘോഷത്തിലും ഇത് നിങ്ങൾക്ക് കാണാനാവില്ല. ഇന്നിപ്പോൾ വേഗതയുടെ ഈ കാലത്തും നമുക്കായി പോയ കാല വിനോദങ്ങളെ ഓർമ്മിപ്പിക്കാനും ഒപ്പം കൂട്ടാനും മാധ്യമങ്ങളും പൊതുജന കൂട്ടായ്മകളും ക്ലബ്ബുകളുമൊക്കെ ശ്രമിക്കാറുണ്ട്. ഓണപ്പൂക്കള മത്സരങ്ങളിൽ തുടങ്ങി കലാകായിക മത്സരങ്ങളും പായസമേളകളുമായി ഓണക്കാലം നമുക്ക് മുന്നിൽ നിറഞ്ഞാടുന്നു.